നമ്മുടെ നാട്ടിൻ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടിരുന്ന ഒരു ചെടിയാണ് ഇംഗ്ലീഷിൽ ഗോൾഡൻ ബെറി എന്നറിയപ്പെടുന്ന ഞൊട്ടാഞ്ഞൊടിയൻ. ഞൊട്ടാഞ്ഞൊടിയൻ എന്നും മൊട്ടാമ്പിളി, ഞൊറിഞ്ചൊട്ട, മുട്ടംപുളി, ഞൊട്ടയ്ക്ക, ഞെട്ടങ്ങ, വെടിഞ്ഞൊട്ടയ്ക്ക അങ്ങനെ പല പേരുകളിലും കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ പറമ്പുകളിൽ കളിക്കാൻ പോകുമ്പോഴും സ്കൂളിലൊക്കെ പോകുന്ന വഴിയൊക്കെ ഇതിൻ്റെ കായ്കൾ കുഞ്ഞു കുഞ്ഞു ബലൂണുകൾ പോലെ കുട്ടികൾ നെറ്റിയിൽ ഇടിച്ച് പൊട്ടിച്ച് ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നൊക്കെ നമ്മൾ ഇതിനെ വെറും ഒരു കാട്ടുചെടിയായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇതിൻ്റെ ഒന്നും പ്രാധാന്യം അറിയാതെ പലരും ഇതിനെ പറമ്പുകളിൽ നിന്നുമൊക്കെ പിഴുതെറിഞ്ഞു. അങ്ങനെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നമുക്കിപ്പോൾ ഈ ഒരു ചെടിയെ കാണാനേ കിട്ടാറില്ല. പണ്ട് ഈ ചെടിയെ പിഴുതെറിഞ്ഞിരുന്നവരൊക്കെ ഇന്ന് ഈ ചെടിയുടെ വില കെട്ടൽ ഞെട്ടും. ഔഷധ ഗുണത്തിൽ വളരെ മുന്നിലുള്ള ഈ ഒരു ചെടിക്ക് വിദേശ രാജ്യങ്ങളിലും നല്ല മാർക്കറ്റാണ്. ഹെൽത്ത് ഡ്രിങ്കിലും ബിവറേജിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ കായ്കൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പൊട്ടുകായ്ക്ക് ഒരു കവർപ്പ് രുചിയാണെങ്കിൽ ഇതിൻ്റെ പഴുത്ത കായ്കൾക്ക് ഒരു ചെറിയ പുളിപ്പോട് കൂടിയ മധുരമാണുള്ളത്. പണ്ട് കാലം മുതലേ ഔഷധ നിർമ്മാണത്തിന് ഇതിനെ ഉപയോഗിച്ചിരുന്നു. നാരങ്ങയേക്കാൾ വിറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് ഗോൾഡൻ ബെറി. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിയും ചർമ്മ സംരക്ഷണത്തിനും വളരെയേറെ ഇത് സഹായിക്കും. നമ്മൾ മലയാളികൾക്ക് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റി അറിയില്ലെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി പല സ്ഥലത്തും ആവശ്യക്കാർ ഇതിനേറെയുണ്ട്. അതിനാൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത് വൻ തോതിൽ കൃഷി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അയൺ, കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റമിൻ എ, വിറ്റമിൻ സി, പോളിഫിനോൾ, കൊഴുപ്പ് എന്നിവയാൽ സമൃദ്ധമാണ് ഈ പഴം. അതുകൊണ്ട് തന്നെ ശരീര വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഈ പഴം വളരെ നല്ലതാണ്. വിറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് വളരെയേറെ ഗുണം ചെയ്യും. വിറ്റമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണിത്. പുരുഷന്മാരിൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഞൊട്ടാഞ്ഞൊടിയൻ പഴം പതിവായി കഴിക്കുന്നത് നല്ലതാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ടും നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ടും പ്രമേഹം നിയന്ത്രിക്കാൻ ഈ ഫ്രൂട്ട് വളരെയേറെ സഹായിക്കും. ചീത്ത കൊളസ്ട്രോളിനെ വിഘടിപ്പിച്ച് കളയാൻ പറ്റിയ ഘടകങ്ങൾ ഈ പഴത്തിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു പഴം കൂടിയാണിത്. ഞൊട്ടാഞ്ഞൊടിയനിൽ കലോറി വളരെ കുറവായതുകൊണ്ടും ധാരാളം ജലവും ഭക്ഷ്യനാരുകളും ഉള്ളതുകൊണ്ടും ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഈ പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്ഥിരമായിട്ട് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് ശ്വാസകോശം, മലാശയം, ബ്രസ്റ്റ്, പ്രോസ്ട്രേറ്റ് എന്നിവയെ ബാധിക്കുന്ന ക്യാൻസർ രോഗങ്ങളെ ചെറുക്കാൻ കഴിയുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചെടി സമൂലം കഷായം വെച്ച് കഴിക്കുന്നത് സോറിയാസിസ് പോലുള്ള രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. ഇതിന്റെ ഇല അരച്ച് ബ്രസ്റ്റിൽ പുരട്ടുന്നത് മുലപ്പാല് വർദ്ധിപ്പിക്കാനായിട്ട് വളരെയേറെ നല്ലതാണ്. സിറോസിസ്, മഞ്ഞപ്പിത്തം മുതലായ കരൾ രോഗങ്ങൾക്കും ഞൊട്ടാഞ്ഞൊടിയൻ ഫലപ്രദമായ ഒരു ഔഷധമാണ്. മാത്രമല്ല മൂത്രതടസ്സം മാറുന്നതിനും മൂത്രച്ചൂടിനും കിഡ്നിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഈ പഴം. ഇനി ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഔഷധ ഗുണമാണ് രക്തം ശുദ്ധീകരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണെന്നുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിലെ രക്തപ്രവാഹം സുഗമമാക്കുന്ന വഴി ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ധാരാളം കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനും വേദനയ്ക്കും എല്ലാം പെട്ടെന്ന് ശമനം തരാനും സഹായിക്കും. ഇതിട്ട് തിളപ്പിച്ച വെള്ളം ദിവസം 2 നേരം കഴിക്കുന്നത് പനിയും ജലദോഷവും മാറാനായിട്ട് ഏറെ ഫലപ്രദമാണ്. ഭൗതിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും നാഡീ വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യുന്നു. ഇതുവഴി അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഡിമെൻഷ്യ, അംനീഷ്യ മുതലായവ വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾ. ഇതിന്റെ പഴങ്ങൾ കഴിക്കുമ്പോൾ പഴുത്ത പഴങ്ങൾ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴുക്കാത്ത ഞൊട്ടാഞ്ഞൊടിയൻ കഴിക്കുന്നത് പലരിലും അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മഴക്കാലം ആകുമ്പോഴാണ് സാധാരണയായിട്ട് ഇത് നമ്മുടെ പറമ്പിലൊക്കെ മുളച്ചു വരിക. മഴക്കാലം കഴിയുമ്പോഴേക്കും ഇത് താനി നശിച്ചു പോകുന്നതും കാണാം. വലിയ പരിചരണമൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ചെടിയുടെ വിത്തുകൾ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശേഖരിച്ച് വെക്കാം. ഇനിയെങ്കിലും ഈ ഒരു ചെടി എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കിയവർ ഇതിനെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കണം.